ഓൺലൈൻ തട്ടിപ്പ് ഇങ്ങനെയും ജാഗ്രത. ഇത്രയുമൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും രാജ്യത്ത് പ്രതിദിനം 20 കോടിയിൽ പരം രൂപ വിവിധ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി പോകുന്നുണ്ട് എന്നാണ് വിവരം. അതും വളരെയേറെ വിദ്യാസമ്പന്നരായ ആളുകളുടെ കയ്യിൽ നിന്ന് വരെ. അത്ര വിശ്വസനീയമായ രീതിയിലാണ് ഇവർ തട്ടിപ്പുകൾ നടത്തുന്നത്. ദേശസാൽകൃത ബാങ്കുകളുടെ ആപ്പ് പോലെയോ ഏതെങ്കിലും മത്സരത്തിൽ നിങ്ങൾ വിജയികളായി എന്ന് പറഞ്ഞോ ലോൺ പാസ്സായി എന്ന് പറഞ്ഞോ ഒക്കെ മെസ്സേജുകൾ വരുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നവർക്കാണ് ഇത്തരം പണികൾ കിട്ടുന്നത്. അതുകൊണ്ട് ജാഗ്രത. പണം പോകാതെ ജാഗ്രത പാലിക്കുക. ഇനി മുളന്തുരുത്തിയിൽ നിന്നും മാർട്ടിൻ എന്ന വ്യക്തിക്ക് SBIയുടെ യോനോ ആപ്പ് എന്ന് തെറ്റിദ്ധരിച്ച് പണം പോയ കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത് കേൾക്കുക. മുളന്തുരുത്തി ഒരു കാര്യം പറയാൻ വേണ്ടി ഇതുവരെ ആരും ഇത് ഒരു മീഡിയ ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ എനിക്കൊരു 39,000 റുപ്പീസ് എന്റെ ബാങ്കിൽ നിന്ന് പോയി. അതേ ബാങ്കിൽ 39,800 റുപ്പീസ് എന്റെ SBIയുടെ മുളന്തുരുത്തി ബ്രാഞ്ചാണ് എന്റെ അക്കൗണ്ട്. അതുപോലെ 3 പേർക്ക് പോയെന്നാണ് മാനേജർ പറഞ്ഞത്. അത് പോയതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് എനിക്കൊരു മെസ്സേജ് എന്റെ ഇതിൽ വന്നു. മെസ്സേജ് സാധാരണ ഞങ്ങൾ ഓപ്പൺ ചെയ്യാറില്ല, പക്ഷെ ഇത് SBI യോനോ എന്നും പറഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ അതിന്റെ ലിങ്കിൽ സ്പർശിച്ചപ്പോൾ എനിക്ക് ഓപ്പൺ ആയത് SBI അറിയാമല്ലോ, SBI യോനോയുടെ ആപ്പ്. അതുപോലെ അതിന്റെ കളറും എല്ലാം അതേപോലെ തന്നെ ശരിക്കും ഇന്ററാക്റ്റീവ്. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടെന്നാ പറഞ്ഞിട്ടാണ് റെഡീം ചെയ്യണം. ഇന്ന് തന്നെ നമ്മുടെ റിവാർഡ്സ് ഒക്കെ റെഡീം ചെയ്യണം. അതിന് ഇത്ര രൂപയുണ്ട്, അത് എടുത്തില്ലെങ്കിൽ അത് എക്സ്പയറി ആയി പോകും. അപ്പം ഞാനിത് കൊടുത്തു കഴിഞ്ഞ് ID പാസ്വേഡും കൊടുത്ത് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൈറ്റാണ് വന്നത്, യോനോയുടെ സൈറ്റാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് രണ്ടാമത് ഞാൻ സംശയിച്ചില്ല, പാസ്വേഡ് SBIയുടെ സൈറ്റിൽ നിന്ന് തന്നെ വന്നു. ഇതൊന്നും നോക്കുന്നില്ല, പെട്ടെന്നല്ല ഉച്ചയ്ക്ക് ഉണ്ടായ സംഭവമല്ല. കൊടുത്തു കഴിഞ്ഞ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇത് വല്ലതും ബാലൻസ് അടിക്കാനുള്ള തന്ത്രമാണ് നോക്കി. ആ സമയം ഒരു 10 സെക്കൻഡ് കൊണ്ട് പൈസ പോയി. 38,800 വരും എൻ്റെ. അപ്പം ഞാൻ തന്നെ സൈബർ സെല്ലിലും മറ്റേ SBI അവരുടെ കംപ്ലൈന്റ് സെല്ലിലൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ എത്ര പേർക്ക് പൈസ പോയി? എന്റെ പേരുടെ 3 പേരുടെ പോയി. മുളന്തുരുത്തി ബ്രാഞ്ചിൽ 3 പേരുടെ പോയെന്നാണ് ബാങ്ക്. ഞാൻ അപ്പൊ തന്നെ അവിടെ ചെന്ന് ബാങ്കിൽ. ഒരാളുടെ 47,000, പിന്നെ ഒരാളുടെ 42,000 അങ്ങനെയാണെന്ന് പറഞ്ഞു. അതേ ബ്രാഞ്ചിൽ നിന്ന് തന്നെ. അപ്പോൾ ഇന്നലെ ഇത് ഓൾ ഇന്ത്യ വൈസ് ഈ ഒരു ഓപ്പറേഷൻ ഇവർ നടത്തിയിട്ടുണ്ടാകണമെന്നാണ്. അപ്പോൾ മിസ്റ്റർ സുനിൽ, ഇത് മറ്റ് ബ്രാഞ്ചസിൽ SBIയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാരണം അവർ ചെയ്തിരിക്കുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇന്നലെ ലാസ്റ്റ് റെഡീം ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ടും വിക്ടിംസ് അവിടെ ഉണ്ടാവും, അറിയാതെ വീണു. ഞാനിതൊക്കെ ഭയങ്കര കോഷ്യസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ സ്റ്റിൽ അങ്ങനെ ഒരു അത്രയും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുമ്മാ ഫേക്ക് ഞാൻ യോനോ SBI എന്നും പറഞ്ഞിട്ടുള്ള ഒരു എന്ത് ചെയ്തപ്പോഴാണ് പണം പോയത്? ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്ത് കൊടുത്തു? നമ്മുടെ പാസ്വേഡ് കൊടുത്തു, OTP കൊടുത്തു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് യോനോയുടെ ആപ്പ് വന്നു. സാധാരണ യോനോയുടെ ആപ്പ് ഉണ്ടല്ലോ, യോനോയുടെ ആപ്പിൽ നമ്മൾ ID പാസ്വേഡ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ ഇതുണ്ട്. അപ്പൊ ഓൺലൈൻ പാസ്വേഡിന്റെ ഇതാണ് വന്നത്. ഓൺലൈൻ IDയും പാസ്വേഡും കൊടുത്തു. അക്കൗണ്ടിൽ പണം പോയോ? 4,000 രൂപ ബാക്കിയിട്ട് 44,000 ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ ആരോ എന്റെ അക്കൗണ്ട് അറിയാവുന്നവരാണെന്ന് എനിക്കൊരു സംശയം തോന്നി. കാരണം അല്ലാതെ അത്ര ക്ലിയർ ആയിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് തന്നെ വലിക്കണം, കുറച്ച് ബാക്കി ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. ഇതിപ്പോ എനിക്ക് മാത്രമല്ല കേട്ടോ. പണം പോകാതിരിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഒരല്പം ശ്രദ്ധ. പണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും